ഇപ്പോൾ നമ്മളോടൊപ്പം കൊൽക്കത്ത മലയാളി അസോസിയേഷന്റെ പ്രതിനിധി ശ്രീ ടി കെ ഗോപാൽ ചേരുന്നുണ്ട്. ശ്രീ ടി കെ ഗോപാൽ, വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഈ ചുഴലിക്കാറ്റിന്റെ ഭീഷണി? നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? മലയാളികൾ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിലെ അവസ്ഥ എന്താണ്? ഇവിടെ സിറ്റിയിൽ പൊതുവെ നല്ല മഴ പെയ്യുന്നുണ്ട്. അല്ലാതെ കാറ്റൊന്നും അത്ര വലിയ നാശം വിതച്ചിട്ടില്ല. കുറെ മരങ്ങളൊക്കെ വീണിട്ടുണ്ട്. പക്ഷെ വലിയ ആളപായൊന്നും ഉള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ പൊതുവെ വെള്ളക്കെട്ടുണ്ട്, പല സ്ഥലങ്ങളിലും നല്ല വെള്ളക്കെട്ടുണ്ട്. പിന്നെ മഴ നന്നായി പെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇന്നലെ മുഴുവൻ ഇതന്നെയായിരുന്നു സ്ഥിതി. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. മലയാളികളൊക്കെ പൊതുവെ സുരക്ഷിതരാണ്. എല്ലാവർക്കും നല്ല നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയത് കാരണം എല്ലാം അധികം ആളുകളും വീടുകളിൽ തന്നെയാണ്. അതർവൈസ് കുഴപ്പമില്ല. പക്ഷെ ഈ സുന്ദർബൻ ഏരിയയിലാണ് കൂടുതൽ നാശം വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് ബോർഡറിലാണ്, അവിടെയാണ് ഈ ലാൻഡ് ഫോൾ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ഇലക്ട്രിസിറ്റി അടക്കമുള്ളവ വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? കൃത്യമായ നിർദ്ദേശങ്ങളും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അധികൃതരെ കോൺടാക്ട് ചെയ്യാനുള്ള അറിയിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാറ്റിനും എല്ലാ നിർദ്ദേശങ്ങളും നേരത്തെ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര സമയം കൂടി ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് അറിയിപ്പ്, ശ്രീ ടി കെ ഗോപാൽ? അത് 27-ാം തീയതി വരെ ഉണ്ടാവും പറയുന്നു. 28-ാം തീയതി വരെ. ഇന്ന് മുഴുവൻ നല്ല മഴ ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. പിന്നെ എല്ലാവരും വീടുകളിൽ തന്നെ തുടരുകയാണ് അല്ലെ? അധികം ആളുകളും വീടുകളിൽ തന്നെ തുടരുകയാണ്. ഇന്ന് പലരും ഓഫീസിലൊന്നും പോയിട്ടില്ല. പിന്നെ പല ഓഫീസുകളൊക്കെ അടഞ്ഞെടുക്കുകയാണ്. വെള്ളമുണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ബുദ്ധിമുട്ടുണ്ട്. ബസ്സും ഒന്നുമില്ല. പിന്നെ ട്രെയിനൊക്കെ സസ്പെൻഡഡ് ആണ്. ഇന്നലെ മുതൽ ഫ്ലൈറ്റും ക്യാൻസൽഡ് ആണ് എല്ലാം. അപ്പോ അത് കാരണം മൂവ്മെന്റ് ഒക്കെ കുറവാണ് റോട്ടിലൊക്കെ. ഇപ്പോ ബി ബാലഗോപാൽ സൂചിപ്പിക്കുകയായിരുന്നു, തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളിലടക്കം ഈ പറയുന്ന മഴയും കാറ്റും വെള്ളക്കെട്ടും അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. വോട്ടെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? വോട്ടെടുപ്പ് 1-ാം തീയതിയാണ്. ഇന്നിപ്പോ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ അവര് 2 ദിവസമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അപ്പോ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ വോട്ടെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി 3-4 ദിവസം ഉണ്ടാവും. അപ്പോഴേക്കും മഴയുടെ പ്രഭാവം കുറയും എന്നുള്ളതാണ് പ്രതീക്ഷ. വളരെയധികം നന്ദി ശ്രീ ടി കെ ഗോപാൽ ഞങ്ങളോട് സംസാരിച്ചതിന്.